ആരാധിക്കുമ്പോൾ ലില്ലി പോലെ തളിരിട്ടു പൂവിട്ടു ഫലം ചൂടും നാം. ആരാധിക്കുമ്പോൾ ലില്ലി പോലെ തളിരിട്ടു പൂവിട്ടു ഫലം ചൂടും നാം. ഒലിവു പോലെ നാം പന്തലിക്കും, ഇലവു പോലെ നാം വേരുപിടിക്കും. ലബനോന്റെ പരിമളം നമുക്കു തരും പുതിയൊരു ജന്മം യേശു തരും. കനലാളുന്ന നേരം, കരൾ വാടുന്ന നേരം, കനിവോടെത്തും മഞ്ഞു തുള്ളി ദൈവം. കനലാളുന്ന നേരം, കരൾ വാടുന്ന നേരം, കനിവോടെത്തും മഞ്ഞു തുള്ളി ദൈവം. ഈശോ ദിവ്യകാരുണ്യം, ഈശോ ദിവ്യകാരുണ്യം, നാം ഇതുവരെ തേടി അലഞ്ഞ കാരുണ്യം. അവനെ ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, സ്തുതിയും സ്തോത്രവുമായി സന്നിധി പൂകിടാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശിരസ്സ് നമിച്ചുകൊണ്ട് നമുക്ക് ഈശോയ്ക്ക് ആരാധന കൊടുക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 23:4-25 തിരുവചനത്തിൽ പറയുന്നു, മഹാസഭയിൽ ഞാൻ അങ്ങേ പുകഴ്ത്തും, അവിടുത്തെ ഭക്തരുടെ മുൻപിൽ ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും, കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകീർത്തിക്കും. സർവശക്തനായ ദൈവമേ, അങ്ങ് സർവ ആരാധനയ്ക്കും യോഗ്യനാണ്. ഞങ്ങളുടെ ഇല്ലായ്മകളിലും വല്ലായ്മകളിലും ഞങ്ങളെ താങ്ങുന്നവനാണ്. ഈ സങ്കീർത്തകനോടൊപ്പം ഞങ്ങളും ഞങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുന്നു. ഞങ്ങളുടെ ദാരിദ്ര്യത്തിൽ, ഞങ്ങളുടെ രോഗത്തിൽ, ഞങ്ങളുടെ കഷ്ടതയിൽ, ഞങ്ങളുടെ നൊമ്പരങ്ങളിൽ അങ്ങ് ഞങ്ങളെ അറിയുന്നുണ്ട്. അതിനാൽ അങ്ങേ ഞങ്ങൾ പ്രകീർത്തിക്കും. മഹാസഭയിൽ അങ്ങേ ഞങ്ങൾ പ്രകീർത്തിക്കും. അങ്ങേക്കെന്നും ആരാധന കീർത്തനങ്ങൾ ഞങ്ങൾ ആലപിക്കും. സഹോദരങ്ങളെ, ഇതാ ദൈവം നമ്മുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുന്നു. ജോബ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും 14-ാം അധ്യായം 7-ാം തിരുവചനത്തിലൂടെ ചില കാര്യം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രഘോഷിച്ചു: വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും, അതിന് പുതിയ ശാഖ ഉണ്ടാകാതിരിക്കുകയില്ല. അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴുകിപ്പോയാലും, അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും, വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് വീണ്ടും തളിർക്കും. ഓർക്കുക, നിന്റെ ജീവിതം എത്രമാത്രം തകർന്നതാണെങ്കിലും, തളർന്നതാണെങ്കിലും, ഉപേക്ഷിക്കപ്പെട്ടതാണെങ്കിലും, നീ നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്താനും അവിടുത്തെ സാന്നിധ്യത്തിലേക്ക് ഒന്ന് അടുത്തു നിൽക്കാനും തയ്യാറായാൽ, വൃക്ഷത്തിൻ്റെ വേരുകൾ മണ്ണിൽ ജീർണിച്ചു പോയത് വെള്ളത്തിന് ഗ്രന്ഥമേൽക്കുമ്പോൾ വീണ്ടും തളിർത്ത് പൂച്ചൂടുന്നത് പോലെ നിന്റെ ജീവിതം പുഷ്പിക്കും. ലില്ലി പോലെ അത് പുഷ്പിക്കും, ഇലവ് പോലെ അത് വേര് പിടിക്കും, സംശയമില്ല. എങ്കിൽ സഹോദരങ്ങളെ, ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങളൊന്ന് തുറന്ന് ഈശോയുടെ അടുക്കിലേക്കൊന്ന് നീട്ടിക്കൊടുക്ക്. നിന്റെ കർത്താവ് ഇതാ ഇവിടെയുണ്ട്.
നിന്റെ വേദനകൾ ഏറ്റുവാങ്ങാൻ, നിന്റെ പാപങ്ങൾ ഏറ്റുവാങ്ങാൻ, നിന്റെ രോഗങ്ങൾ ഏറ്റുവാങ്ങാൻ, നിന്നെ ഒന്ന് സുഖപ്പെടുത്താൻ, നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, നിന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ നിന്റെ ദൈവം ഇപ്പോൾ നിന്റെ കൂടെയുണ്ട്. ആ ദൈവത്തെ കണ്ണു തുറന്നൊന്ന് കാണട്ടെ. ആ ദൈവത്തെ ഒന്ന് ഹൃദയം തുറന്ന് അനുഭവിക്കട്ടെ. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ ജീവിത ഭാരങ്ങളൊന്ന് ഇറക്കി വെക്കാൻ കഴിയട്ടെ. ഏതവസ്ഥയിലാണെങ്കിലും തള്ളിക്കളയാത്തൊരു ദൈവം എനിക്ക് ഇപ്പോൾ കൂടെയുണ്ട്. ഈ ഒരു ഉറപ്പോടെ ദൈവസന്നിധിയിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവം എനിക്ക് വീണ്ടും ജീവൻ നൽകും. നീ പാപത്തിൽ അടിമപ്പെട്ട് ദുഃഖത്തിലാണോ? ആരോടും പറയാത്ത കുറ്റബോധങ്ങളിലാണോ? നീ ശങ്കിക്കേണ്ട, നീ ആകുലപ്പെടേണ്ട. നിന്നെ രക്ഷിക്കാനാ നിന്റെ ദൈവം സ്വർഗം വിട്ടിറങ്ങിയത്. നിന്നെ വീണ്ടെടുക്കാനാ അവിടുന്ന് മനുഷ്യനായത്. നിന്റെ സർവ ശാപങ്ങളും സർവ രോഗങ്ങളും സർവ പാപബന്ധനങ്ങളും ഇല്ലാതാക്കാനാ അവൻ കുരിശിലേറിയത്. എങ്കിൽ സഹോദരങ്ങളെ, വിശ്വാസത്തോടെ ഒരു നിമിഷം കർത്താവിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്ത്. നിന്നെ രക്ഷിക്കാൻ വന്ന ക്രിസ്തുവിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്ത്. അവന്റെ കുരിശിലേക്ക് നീ ഒന്ന് കണ്ണു ഉറപ്പിക്ക്. ആ കുരിശിൽ നിന്നും ഈ ദിവികാരണത്തിൽ നിന്നും ഒഴുകി ഇറങ്ങുന്ന ജീവന്റെ ശക്തി നിനക്കുണർവേകുന്നുണ്ട്, ജീവൻ പകരുന്നുണ്ട്, കരുത്ത് പകരുന്നുണ്ട്. ആ കരുത്ത് സ്വന്തമായി സ്വീകരിച്ചെടുക്കാൻ നിനക്ക് കഴിയട്ടെ. അത് സ്വന്തമായി ആവഹിച്ചെടുക്കാൻ കഴിയട്ടെ. സങ്കീർത്തകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും സങ്കീർത്തനം 23 കർത്താവിന്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. കർത്താവിന്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുത്തെ തന്റെ ഉടമ്പടി അവരെ അറിയിക്കും. എൻ്റെ കണ്ണുകൾ സദാ കർത്താവിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അവിടുന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്നും വിടുവിക്കുന്നു. വിശ്വാസത്തോടെ എൻ്റെ കണ്ണുകൾ കർത്താവിലേക്ക് ഉയർത്തി നിന്റെ ജീവിതത്തെ കർത്താവുമായുള്ള ഒരു സൗഹൃദത്തിലേക്ക്, അവിടുത്തെ ഉടമ്പടിയിലേക്ക് ഒന്ന് ചേർത്ത് നിർത്തിക്കൊണ്ട് അതുപൂർവ്വം കർത്താവിനെ ഒന്ന് ആരാധിക്കാൻ കഴിയട്ടെ. വലിയ വിടുതൽ, വലിയ സൗഖ്യം, വലിയ ശാന്തി ഈ ദിവ്യകാലത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുകയാണ്, ശക്തി പകരുകയാണ്. അവിടുത്തെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ സൗഖ്യമുണ്ട്. ഈ വിശ്വാസത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അവിടുന്ന് ശക്തിയായി ഒഴുകി വരട്ടെ, കൃപയായി ഒഴുകി വരട്ടെ, ജീവനായി ഒഴുകി വരട്ടെ. വാഴുന്ന യേശുവിൻ കാരുണ്യം ഏഴയൻ നാവിലും ഉള്ളിലും സാന്ത്വനം എല്ലാം മറന്നും സ്തുതിയിൽ അലിഞ്ഞും നിൽക്കയാ മാനസം എല്ലാം മറന്നും സ്തുതിയിൽ അലിഞ്ഞും നിൽക്കയാ മാനസം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു നിന്റെ ദിവ്യകാരുണ്യം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു നിന്റെ ദിവ്യകാരുണ്യം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു നിന്റെ ദിവ്യകാരുണ്യം. ഓസ്തിയിൽ വാഴുന്ന യേശുവിൻ കാരുണ്യം ഏഴയൻ നാവിലും ഉള്ളിലും സാന്ത്വനം.
സ്വർഗീയ കൂദാശയിൽ എൻ മുറിവേതുമലിയുന്നല്ലോ. ഈ സമ്പൂർണ്ണ സാന്നിധ്യത്തിൽ എൻ മനമാർദ്രമാകുന്നല്ലോ. എന്നെ കഴുകണമേശുവേ, ഭാഗ്യം നീയല്ലോ. എന്നെ കഴുകണമേശുവേ, ഭാഗ്യം നീയല്ലോ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു നിന്റെ ദിവ്യകാരുണ്യം. ആരാധിക്കാം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു നിന്റെ ദിവ്യകാരുണ്യം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു നിന്റെ ദിവ്യകാരുണ്യം. എന്നാത്മാവിനൾത്താരയിൽ വിൺകാരുണ്യമഴ തൂകുവാൻ, എന്നകതാരിന്നഴൽ വീതിയിൽ കൃപയോലുന്ന തണുവേകുവാൻ വേഗം നിറയണമേശുവേ, ആർദ്രമാ സ്നേഹമേ. വേഗം നിറയണമേശുവേ, ആർദ്രമാ സ്നേഹമേ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു നിന്റെ ദിവ്യകാരുണ്യം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു നിന്റെ ദിവ്യകാരുണ്യം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു നിന്റെ ദിവ്യകാരുണ്യം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, കർത്താവ് കാരുണ്യവാനും ആർദ്രഹൃദയനുമാണ്. അവിടുന്ന് ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. വചനം പറയുന്നു, അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു, അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്നും രക്ഷിക്കുന്നു. സഹോദരങ്ങളെ, ശാന്തമായ കർത്താവിന് മുമ്പിൽ ഇരിക്കാം. ആ വചനത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് ചേർത്ത് വെക്കാം. കർത്താവ് പറയുന്നു, അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു, അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. സുഖപ്പെടുത്തി സൗഖ്യപ്പെടുത്തി നിന്നെ അയക്കുക മാത്രമല്ല, അവിടുന്ന് ദിവസന്നിധിയിൽ നിന്ന് ജീവന്റെ കിരീടം, സ്നേഹത്തിന്റെ കിരീടം അവിടുന്ന് നിന്റെ ശിരസിലേക്ക് വെച്ച് തരികയും ചെയ്യുന്നുണ്ട്. എങ്കിൽ ശാന്തതയോടെ കർത്താവിന് മുമ്പിൽ ഇരു കരങ്ങളും തുറന്ന് യാചനാപൂർവം പിടിച്ച്, ആ തുറക്കുന്ന കരങ്ങളിൽ നിന്റെ രോഗങ്ങൾ, നിന്റെ വേദനകൾ, നിന്റെ ആകുലതകൾ, നിന്റെ ഉത്കണ്ഠകൾ എല്ലാം ഒന്ന് സമർപ്പിച്ച്, എൻ്റെ ഈശോയെ, അങ്ങേക്കല്ലാതെ ഞങ്ങളെ സുഖപ്പെടുത്താൻ ആർക്കും കഴിയില്ല. ഞങ്ങളുടെ വേദനകൾ ഏറ്റെടുക്കാൻ, ഞങ്ങളുടെ പാപങ്ങൾ വഹിക്കാൻ അങ്ങേക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിച്ച്
കർത്താവ് നമ്മുടെ ഭാരങ്ങൾ വഹിക്കുന്നവനാണ്, രോഗങ്ങൾ ഏറ്റെടുക്കുന്നവനാണ്. നിങ്ങളുടെ കഷ്ടതയുടെ അലച്ചിലിൻ്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്നവനാണ്. നിങ്ങളുടെ പ്രതിസന്ധികൾ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ എല്ലാം അറിയുന്നവനാണ്. ഈ അവസ്ഥയിലേക്ക് കർത്താവ് കടന്നു വരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്ക് കർത്താവ് കടന്നു വരട്ടെ. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥകളിലേക്ക് കർത്താവ് കടന്നു വരട്ടെ. നീ ഒരു രോഗാവസ്ഥയിലാണെങ്കിൽ സൗഖ്യദായകനായ കർത്താവിൻ്റെ കരസ്പർശനം ഇപ്പോഴേ നിമിഷം നിനക്കൊന്ന് തിരിച്ചറിയാൻ കഴിയട്ടെ. നിന്റെ കർത്താവിൻ്റെ സാന്നിധ്യമൊന്ന് നിനക്കൊന്ന് തിരിച്ചറിയാൻ കഴിയട്ടെ. തീർച്ചയായും അവിടുത്തെ കരം നീട്ടിയാൽ അവിടെ ഒരു സ്പർശനമുണ്ട്. ആ സ്പർശനത്തിൽ സൗഖ്യമുണ്ട്, ഒരു സ്നേഹത്തിൻ്റെ തലോടലുണ്ട്. അതുകൊണ്ട് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, പിതാവ് മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അലിവ് തോന്നുന്നു. പിതാവിന് തൻ്റെ മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അലിവ് തോന്നുന്നു. അതിനും വീണ്ടും പറയുന്നു, കർത്താവിൻ്റെ കാരുണ്യം അവിടുത്തെ ഭക്തന്മാരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അവിടുത്തെ കാരുണ്യം അവിടുത്തെ ഭക്തന്മാരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. സഹോദരങ്ങളെ, ഭയപ്പെടേണ്ട. അവിടെ നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. അവിടെ നമ്മളെ തള്ളിക്കളയുകയില്ല. എന്നേക്കുമായി അവിടെ നമ്മളെ ഉപേക്ഷിക്കുകയുമില്ല. ഒരുപക്ഷേ നിനക്ക് തോന്നിയേക്കാം, എനിക്കിന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ല, ഞാൻ ആഹാരം കഴിക്കാൻ മറന്നുപോയി, കരഞ്ഞു കരഞ്ഞ് ഞാൻ എല്ലും തോലുമായി, ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയായി, വിജനപ്രദേശത്തെ മൂങ്ങ പോലെ ഞാൻ ഉറക്കം വരാതെ കിടക്കുന്നു, പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെപ്പോലെ ഞാൻ ഏകാഗിയാകുന്നു. എത്ര മക്കളുടെ ഹൃദയത്തിൻ്റെ വേദനകളും നൊമ്പരങ്ങളുമാണ് സങ്കീർത്തകൻ 102:5 തിരുവചനത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിയത്. ഞാനും നീയും ഒരുപക്ഷെ പല രാത്രികളിൽ ഉറങ്ങാതെ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. നെടുവീർപ്പോടെ ഏകാന്തതയിൽ ആരും മനസ്സിലാക്കാത്ത നൊമ്പരങ്ങൾ കടിച്ചമർത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെയെല്ലാം എന്നെ സന്ദർശിക്കാൻ, എൻ്റെ കൂടെയായിരിക്കാൻ, എന്നെ തലോടാൻ, വാത്സല്യപൂർവ്വം എന്നെ ഒന്ന് തഴുകാൻ എൻ്റെ കർത്താവ് എൻ്റെ ഒപ്പമുണ്ട്. അതുകൊണ്ട് നിയമാവർത്തന പുസ്തകം 32:10 തിരുവചനത്തിൽ നാം കാണുന്നു, അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി, അവനെ വാരിപ്പുണർന്നു, താല്പര്യപൂർവ്വം പരിചരിച്ചു, തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. മക്കളെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അവർണ്ണനീയത എത്രയോ വലുതാണെന്ന് ഇവിടെ വിവരിക്കുകയാണ്. നീ ഏകാന്തതയിൽ ഒറ്റപ്പെടുമ്പോൾ, കണ്ണീരോടെ നെടുവീർപ്പിടുമ്പോൾ വചനം പറയുന്നു, അവിടുന്ന് നിന്നെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി, അവിടുന്ന് നിന്നെ വാരിപ്പുണർന്ന് താല്പര്യപൂർവ്വം പരിചരിച്ചു. അതൊന്ന് അനുഭവിക്കട്ടെ. ആ കർത്താവിൻ്റെ സ്നേഹം ഒന്ന് അനുഭവിക്കട്ടെ. ആ കർത്താവിലേക്കൊന്ന് ചേർന്ന് നിന്നിട്ട്, താവി എനിക്ക് നിന്നെ മാത്രം മതി. ഈ ലോകത്തിൻ്റെ സുഖങ്ങളോ സന്തോഷങ്ങളോ ആനന്ദങ്ങളോ എനിക്ക് തൃപ്തി തരികയില്ല. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. നീ എന്നെ സുഖപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ എന്നെ ആശ്വസിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ സ്നേഹം എന്നെ വലയം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഉറപ്പോടെ നിന്റെ ഹൃദയം കർത്താവിനൊന്ന് തുറന്നു കൊടുത്തേ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ, എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റെതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും
സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എന്റെ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം. ലോകസ്നേഹം തേടുകില്ല, ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. ഞാൻ എന്നെ സ്നേഹം മുഴുവൻ തരുന്നു ഈശോയെ, ജീവിതം മുഴുവൻ തരുന്നു ഈശോയെ. എന്നെ മുറ്റും തരുന്നിതാ, എന്നെ മുറ്റും തരുന്നിതാ. ഈശോയുടെ സ്നേഹത്തിലേക്ക് നിന്റെ ജീവിതം ഒന്ന് ചേർത്ത് വെച്ച് നമുക്കൊന്ന് മുട്ടുകുത്താം. പൂർണ്ണമായും ഈശോയ്ക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് സമർപ്പിക്കാം. വലിയ അഭിഷേകത്തിന്റെ നിമിഷങ്ങൾ അവിടെ നമ്മളിലേക്ക് വർഷിച്ചു. നമ്മുടെ ജീവിതം മുഴുവനെയും കർത്താവിന് കൊടുക്കാം. നമ്മുടെ നൊമ്പരങ്ങൾ, നമ്മുടെ ആകുലതകളെല്ലാം ഈശോ ഏറ്റെടുത്തു എന്ന് വിശ്വസിച്ച് അവിടെ നിന്ന് നമ്മളെ ഈ ആലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഇന്നത്തെ ദൈവകൃപയിൽ പങ്കുചേരാൻ അനുവദിച്ചു. നന്ദി പറഞ്ഞ് എല്ലാറ്റിനും ദൈവത്തിന്, എൻ്റെ ജീവിതത്തിൽ ഇന്നോളം ദൈവം അനുവദിച്ച എല്ലാ അനുഭവങ്ങൾക്കും നന്ദി പറഞ്ഞ് അവിടുത്തെ സാന്നിധ്യം അതെപ്പോഴും എൻ്റെ കൺമുമ്പിൽ ഉണ്ടായിരിക്കട്ടെ. എൻ്റെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ എല്ലാം ഈശോയിലേക്ക് ചേർത്ത് വെച്ച് നിമിഷം പ്രാർത്ഥിക്കട്ടെ. നിന്റെ ആവശ്യങ്ങളെ, നിന്റെ നിയോഗങ്ങളെ എല്ലാം സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കട്ടെ. അവിടുന്ന് നമ്മുടെ മധ്യേ ഉയർന്ന് നമ്മെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെയും വേണ്ടപ്പെട്ടവരെയും എല്ലാ ആൾത്താരയിലേക്ക് ചേർത്ത് വെച്ച് ആശീർവാദത്തിന് നീ കരങ്ങൾ കൂപ്പട്ടെ. അവിടുന്ന് അനുഗ്രഹം കൊണ്ട് നമ്മെ സമ്പന്നമാക്കുകയാണ്. അവിടുന്ന് ആശ്വാസം നമുക്ക് പകരുകയാണ്. ഉറപ്പോടെ നമുക്ക് കരം കുപ്പി ഈശോയിലേക്ക് കണ്ണുകൾ ഉറപ്പിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമുടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.